ഒത്തിരി പേര് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. കാരണം കുക്കിങ്ങിൻ്റെ വീഡിയോ ഇടണമെന്ന് പറഞ്ഞിട്ട്. അത് മാത്രമല്ല, ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഉണ്ടാക്കുമ്പോഴത്തേക്ക് ഇതുപോലെ ശരിയാവുന്നില്ല, അതിൻ്റെ റെസിപ്പി പറഞ്ഞു കൊടുക്കണമെന്ന് പറഞ്ഞ്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടും അതുപോലെ തന്നെ അറിയാത്തവർക്ക് വേണ്ടിയിട്ടുമാണ് ഇതിൻ്റെ കാര്യങ്ങൾ പറയുന്നത്. പിന്നെ അതിന് വേണ്ടിയിട്ട് നാഴി പച്ചരി ഒരു 8 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് നല്ലതുപോലെ വെള്ളത്തിയിട്ട് കഴുകി വേറെ വെള്ളം ഒഴിച്ച് അടച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു 4 മണിയൊക്കെ ആയപ്പോഴത്തേക്കാണ് ഞാൻ ഇത് എടുത്തത് കേട്ടോ. കാരണം പിറ്റേന്ന് നമുക്ക് അപ്പം ഉണ്ടാക്കണമെങ്കിൽ ഒരു 4-5 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് ആട്ടി വെക്കുകയാണെന്നുണ്ടെങ്കിൽ അരച്ച് വെച്ച് കഴിഞ്ഞാൽ പിറ്റേന്നത്തേക്ക് അത് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഒരു അരമുറി തേങ്ങയുടെ പകുതി തേങ്ങ, ഒരു കൈക്കും വേണ്ടിയിട്ടുള്ള തേങ്ങ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ചോറ് വേണം ഇതിന് മുന്നിട്ട് നിൽക്കാനുള്ള. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ചോറ് കുറച്ചെടുത്ത് കഴിഞ്ഞാൽ ഒട്ടും ശരിയാവത്തില്ല. തേങ്ങ കുറച്ചും ചോറ് കൂട്ടിയെടുക്കണം. അതുപോലെ വെള്ളം ഒഴിക്കുമ്പോഴത്തേക്ക് ഇതിൻ്റെ നെവക്ക്, അതായത് ചോറിൻ്റെ മുകളിലായിട്ട് വെള്ളം വന്ന് നിൽക്കരുത്. കാരണം 1 ഇഞ്ച് താഴ്ത്തി തന്നെ വെള്ളം ഒഴിച്ച് കൊടുക്കണം. പിന്നെ ഇത് അരച്ചെടുക്കുമ്പോഴത്തേക്ക് ഇത് ചൂടായാണല്ലോ വരുന്നത്. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അരകല്ലിൽ അരച്ചെടുക്കുമ്പോഴത്തേക്ക്, ആട്ടുകല്ലുണ്ടല്ലോ, അപ്പോൾ അതിൽ നമ്മൾ അരച്ചെടുക്കുമ്പോഴത്തേക്ക് കൈ കൊണ്ട് നീക്കിയിട്ടല്ലേ നമ്മൾ അരച്ച് കോരി എടുക്കുന്നത്. അപ്പോൾ അതുപോലെ നമ്മൾ അരച്ചെടുക്കുമ്പോൾ ആ മാവിന് ചൂടില്ല. പക്ഷേ നമ്മൾ മിക്സിയിൽ നമ്മൾ അരച്ചെടുക്കുമ്പോഴത്തേക്ക് ഇതിന് നല്ല ചൂട് കാണും. അപ്പം നമ്മൾ പാത്രത്തിലോട്ട് മാറ്റിയതിന് ശേഷം നമ്മൾ കൈ കൊണ്ട് തന്നെ നല്ല കണക്ക് മിക്സ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പിറ്റേന്ന് രാവിലെ നമ്മൾ മാവ് എടുക്കുമ്പോഴത്തേക്ക് നല്ല പാകത്തിന് കിട്ടും. കാരണം നമ്മൾ തവിയോ അതുപോലെ സ്പൂണോ കൊണ്ട് നമ്മൾ മിക്സ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഒരു കാരണവശാലും അത് ശരിയായി കിട്ടത്തുമില്ല. പിന്നെ ഇഡ്ഡലിക്കാണെങ്കിലും ദോശയ്ക്കാണെങ്കിലും ഇതുപോലെ തന്നെ നമ്മൾ കൈ കൊണ്ട് മിക്സ് ചെയ്ത് വെക്കുകയാണെങ്കിൽ റെഡിയായി കിട്ടും. പിന്നെ ഇതിൽ ചേർത്ത് കൊടുക്കുന്നത് ഉപ്പും സോഡാപ്പൊടിയാണ് ചേർക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഈസ്റ്റോ കാര്യങ്ങളോ അങ്ങനെ ഒന്നും ഞാൻ ചേർത്ത് കൊടുക്കുന്നില്ല. കാരണം ഇവിടെ എന്തെങ്കിലും ഒക്കെ കൊച്ചുങ്ങൾക്ക് ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ഈസ്റ്റും കാര്യങ്ങളൊന്നും ചേർക്കാറില്ല. ഇതുപോലെ സോഡാപ്പൊടിയും അതുപോലെ ഉപ്പും ചേർക്കും. പിന്നെ അതേപോലെ തന്നെ ഈസ്റ്റിൻ്റെ ആവശ്യം ഇല്ലല്ലോ. കാരണം നല്ല പാകത്തിന് നമുക്ക് കിട്ടുവാണെങ്കിൽ പിന്നെ അതിൻ്റെ ആവശ്യമില്ല. കാരണം ഈസ്റ്റൊക്കെ കഴിക്കുമ്പോഴത്തേക്ക് വയറ്റിലൊക്കെ ചെല്ലുമ്പോൾ ചിലപ്പോൾ വേറെ എന്തെങ്കിലും വയറുവേദന അങ്ങനെ പ്രശ്നങ്ങളൊക്കെ വരും. ഇപ്പോൾ നല്ല പാകത്തിന് ഒരു 5 മിനിറ്റ് ഒരു 10 മിനിറ്റ് നമുക്കിത് മാറ്റി വെച്ചിട്ടാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കുക. കാരണം നല്ല പാകത്തിന് കിട്ടും. അറിഞ്ഞുകൂടാത്ത ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്കും ഇതുപോലെ പറഞ്ഞു കൊടുക്കുക. കാരണം എനിക്കിതിനെപ്പറ്റി ഒന്നും അറിഞ്ഞുകൂടായിരുന്നു. കാരണം കുറച്ച് നാൾ മുമ്പൊക്കെ ഞാൻ ഇതുപോലെ ഉണ്ടാക്കുമ്പോഴത്തേക്ക് ഇതുപോലെ ഒന്നീ ഒട്ടിപ്പിടിച്ചിരിക്കും, അല്ലെങ്കിൽ ഇതുപോലെ പാത്രത്തിൽ നിന്ന് വിട്ട് വരത്തില്ല, അങ്ങനെയൊക്കെയുള്ള പല പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഇതുപോലെ എൻ്റെ ഒരു കൂട്ടുകാരിയായിട്ട് സംസാരിച്ചപ്പോഴത്തേക്ക് അവളെനിക്ക് പറഞ്ഞു തന്നു, ഇതുപോലെയാണ് ഇങ്ങനെ നമ്മൾ അരച്ചിട്ട് ഇതുപോലെ മാവ് നേരെ പാത്രത്തിൽ ഒഴിച്ച് വെക്കുമ്പോഴത്തേക്കാണ് നമ്മൾ അപ്പം ഉണ്ടാക്കുമ്പോഴത്തേക്ക് അത് ചള്ളായി പോകുന്നത്, ശരിയായി കിട്ടാത്തത്. അപ്പോൾ ഇതേപോലെ തന്നെ എൻ്റെ അടുത്തൊന്ന് ചെയ്ത് നോക്കാൻ പറഞ്ഞപ്പോഴത്തേക്ക് അന്ന് തൊട്ട് ഞാൻ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കിയപ്പോഴത്തേക്കാണ് നല്ല രീതിക്ക് ഇതുപോലെ തന്നെ മാവ് പൊന്തി ഇതുപോലെ നല്ല രീതിക്ക് വന്ന്. അപ്പോഴെനിക്ക് മനസ്സിലായി കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റത് ഞാനും ഇതുപോലെ ഒന്നീ സ്പൂണോ അല്ലെങ്കിൽ തവിയോ അതുപോലെ തന്നെ ഇതുപോലെ നേരിട്ട് ഒഴിച്ച് വെച്ചിട്ടൊക്കെ ഞാനും അടച്ച് മാറ്റിയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. പക്ഷേ എനിക്ക് റെഡിയായി കിട്ടിയിട്ടൊന്നുമില്ല. പക്ഷേ കൈ കൊണ്ട് എന്ന് തൊട്ടാണോ ഞാൻ ഇതുപോലെ മാവ് അതുപോലെ അരച്ച് പാത്രത്തിൽ വെച്ചിട്ട് മിക്സ് ചെയ്ത് വെച്ച് തുടങ്ങി അന്ന് തൊട്ട് എനിക്ക് നല്ല രീതിക്ക് നല്ല പാകത്തിന് ചുട്ടെടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ട്. പിന്നെ ഇത്രയും വിശദമായിട്ട് പറഞ്ഞതിൻ്റെ കാര്യം വേറെ ഒന്നുമല്ല. ചിലപ്പോൾ തോന്നുമായിരിക്കും കാരണം ഇത്രയും വലിച്ചിഴച്ചെന്നൊക്കെ തോന്നുമായിരിക്കും. പക്ഷേ അതുകൊണ്ടല്ല കേട്ടോ. കാരണം അറിഞ്ഞുകൂടാത്തവർക്ക് വേണ്ടിയിട്ട് വിശദമായിട്ട് പറഞ്ഞതാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഈ വീഡിയോ കാണാനും വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ എന്തായാലും അടുത്ത ചെറിയൊരു കുക്കിങ്ങിൻ്റെ വീഡിയോ ആയിട്ട് എന്തായാലും ഇടുന്നതായിരിക്കും.